ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 3, അതായത് ജോഗ്രഫി സെക്ഷനിലെ ചാപ്റ്റർ 3 ആയ ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ CTET-ന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളിപ്പോൾ ചാപ്റ്റർ വായിച്ചില്ല എങ്കിലും ഇത് മാത്രം, ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കേട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീട്ടമ്മമാരായിരിക്കുന്ന അവർക്കൊന്നും ടെക്സ്റ്റ് ഒന്നും നോക്കി പഠിക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കുക. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലാൻഡ് ഫോം ദാറ്റ് ഈസ് മച്ച് ഹയർ ദാൻ ദ സറൗണ്ടിങ് ലാൻഡ്സ്കേപ്പ്? ഞാൻ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പറയും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലാൻഡ് ഫോം ദാറ്റ് ഈസ് മച്ച് ഹയർ ദാൻ ദ സറൗണ്ടിങ് ലാൻഡ്സ്കേപ്പ്? ആൻസർ ഏതാണ്? മൗണ്ടെയിൻ. ആൻസർ ഏതാണ്? മൗണ്ടെയിൻ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, mountains with tall and sharp peaks like the Himalayas are considered to be dash. Mountains with tall and sharp peaks like the Himalayas are considered to be dash. Himalayas are considered to be young. Understood? Young. Next question, which of the following is an example of an isolated mountain? Which of the following is an example of an isolated mountain? Isolated mountain example ഏതാണ്? ഏതായിരിക്കും? മൗണ്ട് എവറസ്റ്റ് ആണോ? ഏതായിരിക്കും? മൗണ്ട് കിളിമഞ്ചാരോ ആണോ? ഏത് വരും ഇതിൽ? മൗണ്ട് കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോ എവിടെയാണ്? ആഫ്രിക്കയിലാണ്, അല്ലേ? അപ്പോൾ which of the following is an example of an isolated mountain ആണ് ഏത്? മൗണ്ട് കിളിമഞ്ചാരോ. മറക്കരുത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ മൗണ്ടെയിൻ ഫോറസ്റ്റ്? വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ മൗണ്ടെയിൻ ഫോറസ്റ്റ്? ഏതാണ്? കോണിഫറസ് ട്രീസ്. ഏതാണ്? കോണിഫറസ് ട്രീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ദ വേൾഡ്? വാട്ട് ഈസ് ദ highest mountain peak in the world? Mount Everest. ഏതാണ്? Mount Everest. Next question, which mountain range is considered to be the oldest in India? Which mountain range is considered to be the oldest in India? ഏതാണ് ആൻസർ? വിന്ധ്യ റേഞ്ച് ആണോ? ആരവല്ലി റേഞ്ച് ആണോ? ഏതാണ്? ആരവല്ലി റേഞ്ച് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഓൾട്ടിറ്റ്യൂഡ് ഡസ് സ്നോ ഓൺ മൗണ്ടെയിൻസ് ടിപ്പിക്കലി നെവർ മെൽറ്റ്, ലിവിംഗ് ദം പെർമനൻ്റ്ലി സ്നോ ക്യാപ്ഡ്? ലിവിംഗ് ദം പെർമനൻ്റ്ലി സ്നോ ക്യാപ്ഡ് ഏതാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഏതാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ്. Next question, which river originates in the Himalayas and is the largest river in India? Which river originates in the Himalaya and is the largest river in India? ഏതാണ് largest river in India? ഗംഗ. ഏതാണ്? ഗംഗ. അടുത്ത് next question, which of the following animals is found in
mountainous regions. Which of the following animals is found in mountainous regions? ഏതാണ്? സ്നോ ലെപ്പാർഡ്. ഏതാണ്? സ്നോ ലെപ്പാർഡ് ആണ്. Next question. The Aravalli range is rounded in shape due to which natural process? The Aravalli range is rounded in shape due to which natural process? ഏതാണ്? Erosion. ഏതാണ്? Erosion. Sorry. അടുത്തത്, what is the primary reason regular farming is difficult in mountainous regions? What is the primary reason regular farming is difficult in mountainous regions? ഏതായിരിക്കും എൻ്റെ ആൻസർ? Steep slopes and rugged terrain. Okay. Next question. What is the method of farming called where steps are cut into mountain slopes for cultivation? ഏതാണ്? What is the method of farming called where steps are cut into mountain slopes for cultivation? Terrace farming ആണോ? Plain farming ആണോ? ഏതാണ്? Terrace farming ആണ്. Okay, understood. Next question. Which of the following is often a preferred occupation in mountainous regions over agriculture? Which of the following is often a preferred occupation in mountainous regions over agriculture? ഏതായിരിക്കും? ഫിഷിംഗ്, ഹെർഡിംഗ്, മൈനിങ്. ഏതായിരിക്കും? എന്തായാലും ഫിഷിംഗ് അല്ല അല്ലേ? അപ്പോൾ ഏതായിരിക്കും? ഹെർഡിംഗ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഹെർഡിംഗ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടൂറിസം ഇൻ മൗണ്ടേനിയസ് റീജിയൻ ഓഫൺ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക്. Tourism in mountainous regions often includes ഏതാണ്? ആക്ടിവിറ്റീസ് ലൈക്ക് ഏതായിരിക്കും? സ്കൈയിങ് ആൻഡ് മൗണ്ടൈനിയറിംഗ്. ഓക്കെ, സ്കൈയിങ് ആൻഡ് മൗണ്ടൈനിയറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്? ആരാണ്? അരുണിമയ സിൻഹ ആണോ? ബചേന്ദ്രി പാലാണോ? ആരാണ്? ബചേന്ദ്രി പാലാണ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അരുണിമ സിൻഹ despite losing a leg managed to. Arunima Sinha despite losing a leg managed to. ഏതായിരിക്കും ആൻസർ? Be the first woman to climb Mount Everest, climb the highest peaks of every continent. ഏതായിരിക്കും ആൻസർ? Climb the highest peaks of every continent. അതാണ് എൻ്റെ ആൻസർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡസ് ദ ടിബറ്റൻ നെയിം ചോമോ ലഗ്മ ഫോർ മൗണ്ട് എവറസ്റ്റ് മീൻ? വാട്ട് ഡസ് ദ ടിബറ്റൻ നെയിം ചോമോ ലഗ്മ ഫോർ മൗണ്ട് എവറസ്റ്റ് മീൻ? ഏതാണ്? മദർ ഗോഡസ് ഓഫ് ദ വേൾഡ്. ഏതാണ്? ചോമൗലഗ്മ എന്ന് പറയുന്നത് എന്താണ്? മദർ ഗോഡസ് ഓഫ് ദ വേൾഡ് ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൗണ്ടെയിൻ ഈസ് considered sacred by followers of multiple regions? Multiple regions including Hinduism and Buddhism. ഏതായിരിക്കും? മൗണ്ട് കൈലാഷ്. ഏതാണ്? മൗണ്ട് കൈലാഷ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പ്ലാറ്റ്യൂ? എന്താണ് പ്ലാറ്റ്യൂ? A landform that rises from the surrounding land with a flat surface. A landform that rises from the surrounding land with a flat surface is called plateau. Okay. Next question. Which is the largest and highest plateau in the world? Which is the largest and highest plateau in the world? ഏതാണ്? ടിബറ്റൻ പ്ലാറ്റ്യൂ. ഏതാണ്? ടിബറ്റൻ പ്ലാറ്റ്യൂ.
Next question. What is the nickname of the Tibetan plateau due to its high altitude? What is the nickname of the Tibetan plateau due to its high altitude? എന്താണ്? Roof of the world. ഏതാണ്? Roof of the world. Next question. Which of the following plateaus is known for being formed through volcanic activity? Volcanic activity. ഏതാണ്? Deccan Plateau. Deccan Plateau. Or the next question. Next question, soil. Okay. അപ്പോൾ what type of soil is often found in lava plateaus making them fertile? What type of soil is often found in lava plateaus making them fertile? ഏത് സോയിലാണ്? ബ്ലാക്ക് സോയിൽ. ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണ് അതിൻ്റെ ആൻസർ. Next question. Which Indian plateau is rich in minerals such as in iron, coal and manganese? Iron, coal and manganese. ഏതാണ്? ഏതാണ്? ചോട്ട നാഗ്പൂർ പ്ലേറ്റു. ഏതാണ്? ചോട്ട നാഗ്പൂർ പ്ലേറ്റു. വിച്ച് ഇന്ത്യൻ പ്ലേറ്റു ആണ്? ഏത് പ്ലേറ്റു ആണ്? ചോട്ട നാഗ്പൂർ പ്ലേറ്റു ഈസ് റിച്ച് ഇൻ മിനറൽസ് സച്ച് ആസ് അയൺ, കോൾ ആൻഡ് മാംഗനീസ്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Victoria Falls, one of the world's most famous waterfalls, is located in which river? The Victoria Falls is one of the world's most famous waterfalls is located on which river? ഏത് റിവർ ആണ്? Zambezi river. ഏത് റിവർ ആണ്? Zambezi river. Okay, understood. Next question. Which plateau is known for gold and diamond mining? Which plateau is known for gold and diamond mining? ഏതാണ്? ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേറ്റു. ഏതാണ്? ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേറ്റു. Next question. Which plateau has no Kalkai Falls? No Kalkai Falls, one of the tallest waterfalls in India. ഏതാണ്? One of the tallest waterfalls in India. Which plateau has no Kalkai Falls എന്ന് പറയുന്നത്? ആൻസർ ഏതാണ്? ചോട്ട നാഗ്പൂർ പ്ലേറ്റു ആണോ? ചിറാപുഞ്ചി പ്ലേറ്റു ആണോ? ഏതാണ്? ചിറാപുഞ്ചി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാറ്റ്യൂസ് ആർ ജനറലി ലെസ് ഫേവറബിൾ ഫോർ ഫാമിംഗ് ഡ്യൂ ടു ഡാഷ്. Plateaus are generally less favorable for farming due to dash. ഏതാണ്? റോക്കി സോയിൽ. ഏതാണ്? റോക്കി സോയിൽ ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a major economic activity on many plateaus? Which of the following is a major economic activity on many plateaus? ഏതാണ്? മൈനിങ്. ഏതാണ്? മൈനിങ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കേട്ട് പഠിച്ചാൽ തന്നെ ഈ പാഠത്തിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടും CTET-നും അതുപോലെ തന്നെ KVS-നും അതുപോലെ തന്നെ NBS-നും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ. സീ യു.